കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുക്കറിൽ വളരെ എളുപ്പത്തിൽ നല്ല രുചികരമായിട്ടുള്ള തക്കാളി ചോറ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാനും പെട്ടെന്ന് കറികളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് തക്കാളിയും ഉള്ളിയും മാത്രം മതി, പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. വളരെ രുചികരമാണ് കേട്ടോ. അതിനായിട്ട് 4 പഴുത്ത തക്കാളിയും 2 സവോളയും നല്ല ഫ്രഷ് മല്ലിച്ചപ്പും പിന്നെ പുതിനയില, കുറച്ച് വെളുത്തുള്ളി, പിന്നെ ഒരു ഇഞ്ചിയുടെ കഷ്ണം, ഇത്രയാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. ഇതൊക്കെ അരിയുടെ അളവിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. പേളിമണിയുടെ റെസിപ്പി കണ്ടിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയത്. ഇത് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇതേപോലെ നിങ്ങൾ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കൂ. വളരെ രുചികരമാണ്, എന്നാൽ സിമ്പിളാണ്. അതിനായിട്ട് ആദ്യം നമുക്ക് സവോള ഒന്ന് നൈസായിട്ട് കട്ട് ചെയ്തെടുക്കണം. നൈസായിട്ട് കട്ട് ചെയ്ത് എന്തിനാണെന്ന് വെച്ചാൽ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാൻ എളുപ്പത്തിനും, പിന്നെ വലിയതായിട്ടൊക്കെ കിടക്കുമ്പം ചിലർക്കൊന്നും ഇഷ്ടപ്പെടില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. 2 സവോള അതേപോലെ നൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. കൂട്ടുകാരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് കാണണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. പിന്നെ പുതിനയിലയും മല്ലിച്ചപ്പും കഴുകിയെടുത്തു, ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്തു. ഇനി വേണ്ടത് നമുക്ക് തക്കാളി ഒന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം കേട്ടോ. നല്ല പഴുത്ത തക്കാളിയല്ലേ, വെള്ളമൊന്നും ചേർക്കണ്ട, സിമ്പിളായിട്ട് നമുക്ക് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വെക്കാം. ഇത്രയും സാധനങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് കഴുകി കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്ത് വയ്ക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. തക്കാളി അരച്ച് വെച്ചു, ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്ത് വെച്ചു, പിന്നെ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പുതിന മല്ലിച്ചപ്പും ഒന്ന് റഫായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് അരി ഒന്ന് കഴുകിയെടുത്ത് വെക്കണം കേട്ടോ. ഇത്രയും സാധനങ്ങളെല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചത് മാറ്റി. ഇനി ഞാനിതാ ഇതേ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് അരിയാണ് എടുത്ത് വെച്ചത്. അത് നിങ്ങളെ ഒന്ന് കാണിച്ചതാണ്. അരി നമ്മളെ ഇഷ്ടത്തിനുള്ള അരി എടുക്കാം കേട്ടോ. ഞാനിവിടെ ജീരകശാല അരിയാണ്. ഇതിന് 2 ഗ്ലാസ് അരിയാണ് കേട്ടോ എടുത്തത്. അരിയുടെ അളവ് കറക്റ്റ് ആയിരിക്കണം. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇരട്ടി വെള്ളമാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. ചോറ് വേവിക്കുമ്പോൾ ഇതിൻ്റെ ഇരട്ടി വെള്ളം ഉപയോഗിക്കണം. അതിന് വേണ്ടിയിട്ടാണ് 2 ഗ്ലാസ് അരി എടുത്തു, കഴുകി വൃത്തിയാക്കി അരി വെള്ളം വാരാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു കുക്കർ ചൂടാക്കിയെടുക്കാം. കുക്കറിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത്, പറഞ്ഞല്ലോ. അതൊന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. 1 ടീസ്പൂൺ നെയ്യാണ് ഞാനതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊക്കെ അവരവരെ ഇഷ്ടം പോലെ, എണ്ണയൊക്കെ അവരവരെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തു. നെയ്യിൽ തന്നെ ഉണ്ടാക്കണം എന്നുള്ളവർക്ക് നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 1 ടീസ്പൂൺ ചേർത്തിട്ട് 2 ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതൊന്ന് ചൂടായിട്ട് വരട്ടെ. ഓയിലിൻ്റെയൊക്കെ അളവൊക്കെ അവരവരെ ഇഷ്ടം പോലെ ചേർക്കാം. കൂടുതൽ വേണ്ടവർക്ക് ഒരു ഇത്തിരിയും കൂടി കൂടുതൽ ഒഴിക്കുക. ഞാൻ ഇത്രയാണ് കേട്ടോ ചേർത്തത്. 1 സ്പൂൺ നെയ്യും 2 സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ചൂടായി കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കണം. നമ്മൾ നെയ്ച്ചോറിനൊക്കെ ചേർക്കണില്ലേ, അതേപോലെ തന്നെ പട്ടയും ഗ്രാമ്പുവും ഒരു അല്പം പെരിഞ്ജീരകവും പിന്നെ ഏലക്കായും ഒന്ന് കഴുകി ജസ്റ്റ് ഒന്ന് കുത്തിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. കണ്ടില്ലേ, നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ സിമ്മിലോ ഇട്ടിട്ട് ചെയ്താൽ മതി കേട്ടോ. ഇനി ഈ സമയം നമുക്ക് നൈസായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവോള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 വലിയ സവോളയാണ് കട്ട് ചെയ്തത്, നിങ്ങൾ കണ്ടല്ലോ. അതിന് കുറച്ച് ഭാഗം ഞാൻ മാറ്റി വെച്ചു കേട്ടോ. സവോള കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. കുറച്ച് ഭാഗം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ അത് ചള്ളാസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. തൈരിൽ ചേർക്കാൻ ഇത്രയും വേണ്ട, അതുകൊണ്ടാണ്. എന്നിട്ട് നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അങ്ങ് മൂത്തൊന്നും പോകണ്ട കേട്ടോ, നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഈ സമയം നമുക്ക് കാഷ്യൂനട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും നെയ്യിലൊക്കെ വഴറ്റിയിടുമ്പോഴേ. എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ്. അത്യാവശ്യം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്രഷായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച പുതിനയിലയില്ലേ, അതൊന്ന് ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്താൽ മതി കേട്ടോ. വേണമെന്നില്ല, അങ്ങനെ പിച്ചിയിട്ടാലും മതി കേട്ടോ. നല്ല ഫ്ലേവറൊക്കെ കിട്ടും. അതൊന്ന് ഇട്ടിട്ടൊന്ന് വഴറ്റി. ഇങ്ങനെ ഇലകളൊക്കെ ചേർക്കുമ്പോൾ നല്ല ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും കൂടി കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തക്കാളി ഇല്ലേ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് അതിലെ പച്ചമണം എല്ലാം മാറി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരില്ലേ, അതേപോലെ ആക്കണം കേട്ടോ. ഇനി അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി വേണ്ടത് അല്പം എരിവ് ആണ്. എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ ഒരു ചെറിയ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്.
പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ. തക്കാളി ചേർത്തത് കൊണ്ട് ഒരല്പം പഞ്ചസാരയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇത്രയുമാണ് ചേർത്തിട്ടുള്ളത്. ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കണം കേട്ടോ. ഇനി നമുക്കത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. എല്ലാം കൂടി ആ മസാലയിലേക്ക് ചേർന്ന് പിടിക്കട്ടെ. എണ്ണ തെളിയുന്നത് വരെ വഴറ്റിയെടുക്കണം കേട്ടോ. വീണ്ടും നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. കണ്ടില്ലേ, നന്നായിട്ട് സവോളയിലേക്കൊക്കെ ഒന്ന് പിടിച്ചു വരട്ടെ. ഒന്നും കൂടി ആവണം. നന്നായിട്ടൊന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കൂട്ടുകാരെ, വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ മറക്കല്ലേ കേട്ടോ. വീണ്ടും പറയാണ്, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട് കേട്ടോ. തക്കാളിയും എല്ലാം റോസ്റ്റായി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന സമയത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മല്ലിച്ചപ്പും കൂടിയാണ് ചേർത്ത് കൊടുത്തത്. അതൊരു പിടിയോളം ഇതിലേക്ക് ചേർത്തു. നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ചേർക്കണത് ഗ്രീൻ പീസാണ് കേട്ടോ. ഇത് ഫ്രോസൺ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ കുതിർത്തി വേവിച്ചെടുത്തതായാലും മതി കേട്ടോ. ഇത് ഓപ്ഷണലാണ്, പക്ഷേ നല്ല ടേസ്റ്റാണ്. ചോറ് കഴിച്ചപ്പോഴേ കഴിയുന്നതും ഇത് ചേർക്കാൻ നോക്കിക്കോളൂ. അതും കൂടി ചേർത്തൊന്ന് വഴറ്റിയിട്ട് നമുക്ക് നേരത്തെ കഴുകി വെള്ളം വരാനായിട്ട് വെച്ചിട്ടുള്ള അരിയില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ മസാലയിലേക്ക് നല്ലപോലെ അരി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. മസാല എല്ലാം അരിയിലേക്ക് പിടിക്കട്ടെ. കഴുകിയ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വരട്ടെ. ഇതിന് മുൻപായിട്ട് നമ്മൾ അരി എടുത്തതിൻ്റെ ഇരട്ടി അളവിൽ വെള്ളം മറ്റൊരു പാത്രത്തിൽ തിളപ്പിക്കാനായിട്ട് വെക്കണം കേട്ടോ. എന്നിട്ട് ഈ അരി നന്നായിട്ട് മിക്സ് ചെയ്തില്ലേ, ഈ സമയം ആ വെള്ളം തിളച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറക്റ്റ് വെള്ളം എടുത്തിട്ട് നല്ലപോലെ തിളച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ, ഒഴിച്ച ഉടനെ തന്നെ തിളച്ചിരിക്കുന്നു. നല്ല തിളച്ച വെള്ളമായതുകൊണ്ടാണ്. ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അതും കൂടി ചേർത്തു. ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കറൊന്ന് മൂടി വയ്ക്കാം കേട്ടോ. ഉടനെ തന്നെ നമുക്കത് മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലിടാം. ഒരൊറ്റ വിസിൽ വരണം. ആ വിസിൽ വന്ന സമയത്ത് നമുക്കിത് ഓഫ് ചെയ്യാം. എന്നിട്ട് അതിൽ എയർ കംപ്ലീറ്റ് പോയതിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. വിസിൽ വന്നു, ഓഫ് ചെയ്തു, എയർ പോയിട്ട് ഞാനിതത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. തക്കാളി ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, വെള്ളം കൂടുമൊന്നുമില്ല കേട്ടോ, പാകമായിരിക്കും. വേണമെങ്കിൽ അരി സെപ്പറേറ്റ് വേവിച്ചിട്ട് ഇതിലേക്ക് ചേർത്താലും മതി. ഞാനിതാ ഇതേപോലെയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റി തക്കാളി ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നോൺ വെജ് വേണ്ടവർക്ക് അതൊക്കെ ചേർത്ത് ഇത് കൂടെ കഴിക്കാം കേട്ടോ. ഞാനിവിടെ നോൺ വെജ് ഒന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് ചള്ളാസാണ് തയ്യാറാക്കിയിട്ടുള്ളത്. വലിയുള്ളി നേരത്തെ മാറ്റി വെച്ചില്ലേ, അതും ക്യാരറ്റും പച്ചമുളകും കൂടി കട്ട് ചെയ്ത് തൈരിലിട്ട് മിക്സ് ചെയ്തു. ഒരല്പം ഉപ്പും കൂടി ചേർത്ത്. സൂപ്പറാണ്. എല്ലാവരുടെ അഭിപ്രായം പറയുമോ, ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യണേ. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം കേട്ടോ.